ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഈ മാസം 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉണ്ടാകില്ല. 14-ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും 15-ന് 40,000-ആയും പരിമിതപ്പെടുത്തി. അരവണ ടിന്നുകളുടെ ക്ഷാമം മൂലം സന്നിധാനത്ത് ഒരു ഭക്തന് 5 ടിൻ മാത്രം അരവണ നൽകാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. മകരവിളക്ക് ദിനത്തിന് 4 ദിവസം മുമ്പ് മുതൽ ദർശനത്തിനെത്തുന്ന ഭക്തർ മകരജ്യോതി ദർശനവും കഴിഞ്ഞ് മലയിറങ്ങാറുള്ളൂ. ഇത് മുൻകൂട്ടി കണ്ടാണ് 14, 15 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തിയത്. 14-ന് 50,000-ആയും മകരവിളക്ക് ദിനമായ 15-ന് 40,000 ആയുമാണ് പരിമിതപ്പെടുത്തിയത്. കൂടാതെ 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകില്ല. ഇന്ന് പുലർച്ചെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. വലിയ നടപ്പന്തലിൽ 2 മണിക്കൂറോളം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ 6 മണിക്കൂറോളം എടുത്തതായും ഭക്തർ പറഞ്ഞു. പമ്പയിൽ 3 മണിക്ക് എത്തിയതാ, ഇങ്ങോട്ട് വരെ ഇപ്പോൾ 6 മണിക്കൂറിനടുത്ത് എത്തി. മുകളിലത്തെ അവിടെ ജസ്റ്റ് ആ കുന്ന് കയറി വരുമ്പോൾ ഫുള്ള് பயங்கர டைட்டாயிருக்கும், உந்தும் தள்ளுவாயிருக்கும். ரஷ் இன்னைக்கு கொஞ்சம் அதிகமாக தான் இருக்குது. கொஞ்சம் இடத்துல அடைச்சி விடுறாங்க. அது சின்ன குழந்தைங்களை வச்சுக்கிறது கொஞ்சம் கஷ்டமாக இருக்குது. குழந்தைகளுக்கு தனியாக ஒரு செப்பரேட் லைன் இல்லாமல் எல்லாத்தையும் ஒரு லைனில் விட்டனால ஸோ ஜென்ஸு குழந்தைங்க 2 பேர் ஒன்றா மீட் பண்ணும்போது குழந்தைங்கனால அந்த அளவுக்கு அந்த மூச்சு விட முடியல. ரொம்ப ப்ராப்ளம்ஸ் அவங்க ஃபேஸ் பண்ணுறாங்க. അരവണ ഒരു ഭക്തന് 5 ടിൻ മാത്രമാണ് നൽകുന്നത്. ടിന്നുകളുടെ ലഭ്യതക്കുറവാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. കരാർ ഏറ്റെടുത്ത 2 കമ്പനികളിൽ ഒരു കമ്പനി കൃത്യമായി ടിന്നുകൾ എത്തിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. We are from Telangana. We came from a very long distance now. 5 is not enough for us. Only 10 we need for this coupon. I want 15 prasad annavaram, but we were given only 5. 3 ലക്ഷം ടിന്നുകളാണ് ഒരു ദിവസം അരവണ വിതരണത്തിന് വേണ്ടത്. ഇപ്പോൾ എത്തുന്നത് പകുതിയോളം മാത്രമാണ്. ജനുവരി 14, 15 തീയതികളിൽ വലിയ ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ദേവസ്വം ബോർഡ് നിർത്തലാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.